أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമാണ് സൂറ അൽ ജാസിയ. എന്നാൽ അവതരണക്രമം നോക്കിയാൽ 65-ാമത്തേതാണ് ഈ അധ്യായം. 37 വചനങ്ങളോടുകൂടി മക്കയിലാണ് ഇത് അവതരിച്ചത്. ഇതിന് 4 റുക്കു ആണുള്ളത്. തൗഹീദ്, ആഖിറത്ത് എന്നീ ആശയങ്ങളെക്കുറിച്ച് മക്കയിലെ അവിശ്വാസികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടി, ഖുർആനിക സന്ദേശങ്ങൾക്കെതിരെ അവർ സ്വീകരിച്ച നിലപാടിനെതിരെയുമുള്ള താക്കീതുമാണ് ഈ സൂറത്തിൽ ഉള്ളടക്കം. ഇതിൽ 2-ാമത്തെ റുക്കു തുടങ്ങുന്നത് 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ്. 21-ാമത്തെ വചനം ഏകദൈവത്വം പ്രബോധനം ചെയ്തതിന് ശേഷം പരലോകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർക്ക് വിചാരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ, അതായത് അവരുടെ 2 കൂട്ടരുടെയും ജീവിതവും മരണവും തുല്യമായ നിലയിലാകുമെന്നും അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, ദുഷ്കർമ്മികളുടെയും സൽക്കർമ്മികളുടെയും ജീവിത മരണങ്ങൾ ഒരുപോലെ ആകുകയില്ല എന്ന്. മാത്രമല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ നടുക്കവും ഉണ്ടാകുവാൻ പോരുന്നതാണ്. ഈ 21-ാമത്തെ വചനം പാരായണം ചെയ്തപ്പോൾ പല മഹാന്മാരും അതിൻ്റെ ഗൗരവമോർത്ത് കരഞ്ഞിരുന്നതായും ചിലർ ആ വചനം ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നതായും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സജ്ജനങ്ങളും ദുർജനങ്ങൾക്കും വ്യത്യാസമില്ല. എന്നാൽ സജ്ജനങ്ങൾക്ക് മരണാന്തരം അള്ളാഹുൽ വമ്പിച്ച അനുഗ്രഹങ്ങളും മഹത്തായ പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. ദുർജനങ്ങൾക്ക് ദുഷ്കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും പരിണിതി ഒരുപോലെയാണെങ്കിൽ ധാർമ്മികമായ നന്മത്തിന്മകൾ തീരെ നിരർത്ഥമായി പോവും. ദൈവം നീതിമാനല്ലെന്ന് പറയുകയും ചെയ്യേണ്ടി വരും. ഈ ലോകത്ത് ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ നന്മയ്ക്ക് പ്രതിഫലമോ തിന്മയ്ക്ക് ശിക്ഷയോ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ആ സങ്കല്പം തന്നെ അവരുടെ ജീവിതത്തിന് മങ്ങലേൽക്കുന്നു. 2 ജനങ്ങൾ, അതായത് സജ്ജനങ്ങളും ദുർജനങ്ങളും. ഒരാൾ ജീവിതകാലം മുഴുവനും ധാർമ്മിക നിയമങ്ങൾ പാലിക്കുന്നു, അവകാശികൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നു, അവിഹിതമായ നേട്ടങ്ങളും സുഖങ്ങളും സ്വയം ത്യജിക്കുന്നു, സത്യത്തിനും നീതിക്കും വേണ്ടി പലവിധ നഷ്ടങ്ങൾ സഹിക്കുന്നു. അവരാണ് സജ്ജനങ്ങൾ. മറ്റവരോ തൻ്റെ ജഡിക്വേഷങ്ങൾ മുൻകണ്ട ഏതു മാർഗേനയും പൂർത്തീകരിക്കുന്നു. അയാൾ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല, സൃഷ്ടികളുടെ അവകാശങ്ങൾ കയ്യേറുന്നതിനും മടിക്കുന്നില്ല. അങ്ങനെയെല്ലാം തനിക്ക് നേട്ടങ്ങളും സുഖങ്ങളും വാരിക്കൂട്ടാമോ അങ്ങനെയെല്ലാം അയാളത് വാരിക്കൂട്ടുന്നു. ഇവരാണ് ദുർജനങ്ങൾ. ഈ 2നും മനുഷ്യരുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവഗണിച്ചു കളയാനാകുമോ നമുക്ക്? അള്ളാഹു ഇവരെല്ലാം അവഗണിച്ച് കളയുന്നതാണ് എന്ന് പറയാനാകുമോ? അന്ത്യശ്വാസം വരെ ഈ 2 പേരുടെയും ജീവിതം ഒരുപോലെയല്ല. അതാണ് സൂറത്ത് യൂനുസിലെ 4-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത്, അവനിലേക്കാണ് നിങ്ങളുടെ എല്ലാം അടക്കം. അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനമത്രേ അത്. തീർച്ചയായും അവൻ സൃഷ്ടി ആരംഭിക്കുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകുവാൻ വേണ്ടി അവൻ സൃഷ്ടികർമ്മങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിഷേധിച്ചവരോ അവർക്ക് ചുട്ടുതിളയ്ക്കുന്ന പാനീയവും വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും. അവർ നിഷേധിച്ചതിൻ്റെ ഫലമാണ് ഇതെന്ന്. ഈ ഒരു അധ്യായത്തിൽ മാത്രമല്ല, സൂറത്ത് ഹൂദിലെ 106-ാമത്തെ വചനത്തിലും സൂറ ഹജ്ജിലെ 7-ാമത്തെ വചനത്തിലും സൂറ നംനിലെ 69-ാമത്തെ വചനത്തിലും സൂറ അറൂമിലെ 38-ാമത്തെ വചനത്തിലും സ്വാദിലെ 28-ാമത്തെ വചനത്തിലുമെല്ലാം തന്നെയും ദുർജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു നമ്മയെല്ലാം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.